ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് പുതിയ ഷോർട്സ് ആയിട്ടാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ താമസിക്കുന്ന ആ റിസോർട്ടിൽ ബൊഫേക്ക് ഉണ്ടായിട്ട് ഗൈസ് ഞാനപ്പോൾ ഒരപ്പവും കടലക്കറിയും എഗ്ഗാട്ട് ഗൈസ് എടുത്തത്. പിന്നെ അവിടെ വാട്ടർമെലൺ ജ്യൂസൊക്കെ ഉണ്ടായി. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ഞാൻ കഴിച്ചു. ഞാൻ റെഡിയായി വന്നു. അപ്പം തന്നെ പിന്നെ ഞങ്ങൾ ചെക്ക് ഔട്ടായി. പിന്നെ ഞങ്ങൾ ബോച്ചയുടെ കാര്യങ്ങളൊക്കെയുള്ള സ്ഥലത്ത് പോയി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ സിപ്പ് ലൈനൊക്കെ പോയി. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അടിപൊളിയായിരുന്നു. പിന്നെ ദേ കണ്ടോ അതിൻ്റെ ഉള്ളൊരു വണ്ടി പോലത്തെ അതിൽ തന്നെ എല്ലാ സാധനങ്ങളും ചായപ്പൊടിയും ജ്വല്ലറീസൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളെപ്പോഴും രസമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇത് ഗൈസ്. ചായപ്പൊടി ഞങ്ങൾ 2 പാക്കറ്റ് വെച്ചിട്ടേക്കുണ്ടോ ഗൈസ്. ജ്വല്ലറീസ് കണ്ടോ ഗൈസ്. 2 വാങ്ങിച്ച് ഞങ്ങൾ അടിപൊളിയാണ്. കുഴപ്പം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ് ഞങ്ങൾ പോയ കടയിൽ തന്നെ പോയി ഞങ്ങൾ മീൽസ് വാങ്ങിച്ചിട്ടോ ഗൈസ്. ഉമ്മച്ചി വാങ്ങിച്ചു അതാണ് പറഞ്ഞത്. ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടോ ഗൈസ്. ഞാൻ മറന്നുപോയി. പിന്നെ എനിക്കത് പാണ്ടായില്ല കേട്ടോ ഗൈസ്. അതിനുശേഷം ഞങ്ങൾ പോണ വഴിക്ക് ഒരു കടയിൽ നിർത്തി ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു. ഒരു മോര്. പിന്നെ ഞങ്ങൾ പോണ സ്ഥലത്ത് അവിടെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ആദിവാസികളുടെ ഒരു സ്ഥലത്ത് പോയി. അവിടെയൊക്കെ നല്ല രസമായിരുന്നു. കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇത്ര പറ്റണ്ടായില്ല. പിന്നെ ഗൈസ് ഞങ്ങൾ ഇവിടെ അവരുടെ സാധനങ്ങളും അങ്ങനെ കുറേ സാധനങ്ങൾ അവരിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അവർ അങ്ങനത്തേക്ക് അവർ കണ്ടോ ഗൈസ്. അവരെ മാല ഇതൊക്കെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പെണ്ണുങ്ങളുടെ നല്ല രസമുണ്ടായി. very ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ് അവരുടെ ഇതൊക്കെ ഇതിൻ്റെ ആൾക്കാരുടെ പേരൊക്കെ ഇതിൻ്റെ അവിടെ നല്ല രസമാണ്. കുറേ ആദിവാസികളുടെ വീടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അടിപൊളിയായിരുന്നു. അവിടെ നല്ല രസമായിരുന്നു. 4:30 കുറച്ചപ്പോൾ പിന്നെ കോടയൊക്കെ ഉണ്ടായിട്ടോ ഗൈസ്. അടിപൊളിയായിരുന്നു. നല്ല തണുപ്പൊക്കെ ഉണ്ടായി. ഓക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് എത്ര വീഡിയോസ് എടുക്കാൻ പറ്റും ഇതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഗൈസ് അവരുടെ പാത്രങ്ങളും അതും ഇതും അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവർ കലം അങ്ങനത്തെയൊക്കെ ഗൈസ്. അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ആദിവാസികളുടെ വീടുണ്ട്. ഞാൻ വിക്കറ്റിലും കയറിയിട്ടു ഗൈസ്. വിക്കറ്റിലും ഇത് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ പേരുണ്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് പയ്യെ മേളിലാട്ടോ ഗൈസ്. ഞങ്ങൾ പിന്നെ അതൊക്കെ കണ്ട് സർവത്ത് പറഞ്ഞു. പിന്നെ ഗൈസ് ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് ചിപ്സ് വെച്ചു കണ്ടോ ഗൈസ്. ഞങ്ങളിതാണ് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു പാർക്ക് ഉണ്ടായി. അതുമ്പോൾ ഞാൻ കയറിയിട്ടോ ഗൈസ്. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നു. എൻ്റെ അനിയൻ കയറുന്നതാട്ടോ ഗൈസ്. പിന്നെ അങ്ങനെ ഇതൊക്കെ കയറി കഴിഞ്ഞ് അനിയൻ കുറേ നേരമായി കയറാൻ നോക്കണം. പക്ഷേ അയാൾക്ക് കയറാൻ പറ്റുന്നുണ്ടായില്ല. അതിന് പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കളിച്ചു. അനിയൻ കുറേ നേരം അവിടെ കളിച്ചിട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ ഗൈസ് ഞങ്ങളവിടെ കുറേ നേരം കളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നല്ല കുടമനടിയിലേക്ക് ഞങ്ങളവിടെ പഴുത് ചായയും എഗ്ഗും പറഞ്ഞിട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഒരു പള്ളിക്കൽ ഞാൻ പേര് മറന്നിട്ട് ഗൈസ്. പിന്നെ കണ്ടോ ഗൈസ്. ഇത് കണ്ട് ഇവർക്ക് അറിയാൻ തോന്നുന്നു. ഞാൻ മറന്നുപോയി പേര്. പിന്നെ ഗൈസ് അവിടെ എല്ലാതും ഉണ്ട്. പിന്നെ ഞങ്ങൾ നെസ്റ്റോ കയറി. കാരണം ഞങ്ങളുടെ കാറ് ചാർജ് ചെയ്യണമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നെസ്റ്റോ കയറി. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങൾ വെച്ചാൽ അനിയനിക്ക് ടോയ്സ് വാങ്ങിച്ചു. ഒക്കെ ഉണ്ട് ഗൈസ്. അവിടെ നല്ല ബേക്കറീസ് കുറേ സാധനങ്ങൾ പല തരങ്ങൾ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് അടിപൊളിയാണ്. പിന്നെ അവിടെ നിന്ന് കേട്ടോ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ കുറേ സാധനങ്ങൾ ബേക്കറീസ് എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഗൈസ് ഞങ്ങൾ ഷവായി ആയിട്ട് പറഞ്ഞത് കണ്ടോ ഗൈസ്. ഷവായിക്ക് മറ്റേ മൈനോസ് ആട്ടോ ഗൈസ്. ഞങ്ങൾ ഡ്രീം കേക്ക് വാങ്ങിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഡ്രീം കേക്കിനാട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക.